ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ജീവിത നിലവാരവും ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ കുടിയേറുന്നത് US-ലും UK-യിലുമാണ്. അവിടങ്ങളിൽ കിട്ടിയില്ലെങ്കിൽ മാത്രമേ മറ്റ് ഇടങ്ങൾ നോക്കുകയുള്ളൂ. നേരത്തെ കാനഡയിലായിരുന്നു തള്ളിക്കയറ്റം. പഠനത്തിനായി മാത്രം വിദേശ രാജ്യങ്ങളിലേക്ക് പോയവർ ജോലി നേടി ആ രാജ്യങ്ങളിൽ തന്നെ സ്ഥിരതാമസമാക്കുകയാണ് പതിവ്. UK-ക്കും US-നും പിന്നാലെ മറ്റു പല രാജ്യങ്ങളും വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പാക്കേജുകളും അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പ്രിയം അമേരിക്കയും UK-യും മാത്രമാണ്. മാൾട്ട, സിംഗപ്പൂർ, ദുബായ്, ഇറ്റലി തുടങ്ങി നിരവധി രാജ്യങ്ങളും വിദേശ വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളിലുള്ള വിസ നടപടികൾ, തൊഴിലധിഷ്ഠിത കോഴ്സുകളും ജീവിത നിലവാരം, ട്യൂഷൻ ഫീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന തരത്തിലാണ്. അവർക്ക് നോട്ടം ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ്. ചില വിദഗ്ധരുടെ അഭിപ്രായം വർഷങ്ങളായി മികച്ച വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്യുന്ന രാജ്യമായി ജർമ്മനി മാറിയിരിക്കുന്നു എന്നാണ്. ഇവിടെയുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ട്യൂഷൻ ഫീസ് ഇനത്തിൽ പണം അടയ്ക്കേണ്ടതില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജർമ്മനിയിലേക്ക് പഠിക്കാനായി എത്തുന്നവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ് മാത്രം അടച്ചാൽ മതി. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരത്തിലുള്ള ഗവേഷണം അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവസരമാണ് ഒരുക്കുന്നതെന്നും പലരും സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഒരു സെമസ്റ്ററിൽ ഈടാക്കുന്ന നോമിനൽ ഫീസ് തന്നെ 20,000 രൂപ മാത്രമാണ്. അതേസമയം US-ലെയും UK-യിലെയും ഫീസ് നിലവാരവും ചർച്ചയാകുന്നുണ്ട്. അവിടങ്ങളിൽ വളരെ കൂടുതലാണ് ഫീസ്. US-ലെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മിതമായ നിരക്കിലുള്ള ഫീസുകൾ ഈടാക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളിടങ്ങളിൽ വളരെ വളരെ കൂടുതലാണ്. ഇവിടെ ബിരുദാനന്തര കോഴ്സുകൾ ചെയ്യുന്നതിന് പ്രതിവർഷം 18,000 മുതൽ $65,000, അതായത് 16.5 ലക്ഷം മുതൽ 54 ലക്ഷം വരെ വരുമെന്നാണ്. ബിരുദത്തിന് ഏകദേശം 15,000 മുതൽ $50,000, അതായത് 12.5 ലക്ഷം മുതൽ 41 ലക്ഷം വരെ ചെലവാകുമെന്നാണ് പറയുന്നത്.